ഹായ് ഓൾ, വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിംഗ്. സ്കൂളൊക്കെ തുറന്ന ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. സ്വാഭാവികമായിട്ടും ഓരോ ജൂൺ മാസം കഴിയുമ്പോഴും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് കയറി ചെല്ലാറുള്ളത് അല്ലേ. കഴിഞ്ഞ വർഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പുതിയ ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സ്വയം ആലോചിക്കാറുണ്ട്. ആസ് എ സ്റ്റുഡൻറ്, ഒരു സ്റ്റുഡൻറ് എന്നുള്ള നിലയിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട 5 ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. സോ 5 ഹാബിറ്റ്സ് ഓഫ് എ ഗുഡ് സ്റ്റുഡൻറ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതൊക്കെയാണ് ഈ പറഞ്ഞ 5 ഹാബിറ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്, ഒരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരിക്കേണ്ട ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ എണീറ്റ് ഇരുന്നാൽ ഒരു 5-10 മിനിറ്റ് എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്തൊക്കെയാണ് എനിക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ ലിസ്റ്റ് ചെയ്യുക. ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്തായിരിക്കും, കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഉണ്ടാക്കി വെക്കുക മാത്രമല്ല, അതൊന്ന് പ്രിയോറിറ്റൈസ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്, നമുക്ക് അന്നൊരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അന്ന് ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, ഇന്ന കാര്യം ചെയ്യാനുണ്ട്, അങ്ങനെ ഒരു പ്രിയോറിറ്റി ഓർഡർ കൂടി നമുക്കുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഒന്നാമതുണ്ടായിരിക്കേണ്ടത് ഒരു കറക്റ്റായിട്ടുള്ള പ്ലാനിങ് എന്നുള്ളതാണ്. ഒരു ദിവസം എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു പോവുക എന്നുള്ളതല്ല, കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ എന്ത് ചെയ്യും, ഒരു മതിപ്പും ഒരു സന്തോഷവും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. രണ്ടാമതുണ്ടായിരിക്കേണ്ട ഒരു സംഗതി എന്നുള്ളത്, എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് മാത്രമല്ല, കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. 5 മണിക്കൂർ പഠിച്ചോ എന്നുള്ളതല്ല, ആ 5 മണിക്കൂർ എത്രത്തോളം എഫക്റ്റീവായി പഠിക്കുന്നു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പക്ഷേ 2 മണിക്കൂറുള്ള എഫക്റ്റീവ് സ്റ്റഡി ആയിരിക്കും 5 മണിക്കൂറുള്ള ഡിസ്ട്രാക്റ്റീവ് സ്റ്റഡിയേക്കാളും എഫക്റ്റീവായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ബാക്കിയുള്ള ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. അതിനിടയിൽ ഫോൺ വന്ന് അത് ഇൻസ്റ്റഗ്രാമിൽ കയറി എവിടെയെങ്കിലൊക്കെ എത്തി അവസാനം നമ്മളെ പഠനത്തെ ഒരിക്കലും എന്ത് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്ത് പോകരുത്. ഒരുപാട് ടെക്നിക്കുകൾ നമുക്കറിയാം. ഇപ്പോൾ പോമഡോറോ ടെക്നിക്, 25 മിനിറ്റ്സ് എന്ത് ചെയ്യുക, പഠിക്കുക, 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കി 25 മിനിറ്റ്സ് പഠിക്കുക. അങ്ങനെ വലിയ ബിഗ് ടോപ്പിക്സുകളെ സ്മോൾ ടോപ്പിക്സ് ആക്കി മാറ്റിക്കൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ എത്ര വലിയ ടോപ്പിക്കുകളെയും പഠിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഹാർഡ് വർക്ക് മാത്രമല്ല വേണ്ടത്, കൂടെ സ്മാർട്ട് വർക്കിന് നമുക്ക് എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഹാബിറ്റ് എന്ന് പറയുന്നത് ആസ്ക് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഡൗട്ട് ഉണ്ടായിക്കണം, ഒരു ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് അവിടെ എടുത്തു വെക്കലല്ല, നേരെ മറിച്ച് ആ ടോപ്പിക്കിൽ നമുക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം. അതോടൊപ്പം നമ്മളും തന്നെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കണം. സയൻസ് എപ്പോഴും നമ്മൾ സാധാരണ പറയാറുണ്ട്, സയൻസ് എപ്പോഴും എന്ത് ചെയ്യും, വാട്ട് എന്നും ഹൗ എന്നും വൈ എന്നും ഒക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്താണിത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറിച്ച് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമുക്ക് പഠനത്തെ കുറച്ചും കൂടി എന്ത് ചെയ്യും, എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, പണ്ടത്തെ കാലത്തൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ, ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പേടിയായിരുന്നു, അല്ലെങ്കിൽ ലൈബ്രറി പോയി പുസ്തകങ്ങളൊക്കെ സെർച്ച് ചെയ്യണമായിരുന്നു. നമുക്ക് അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല അല്ലേ. ഇൻ്റർനെറ്റ് സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എന്ത് ഡൗട്ടുകളും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറോട് നേരിട്ട് പോയി ചോദിക്കാം. അതുമല്ലെങ്കിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിൽ തന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചുകൊണ്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത് എന്ത് ചെയ്യണം, എപ്പോഴും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഹാബിറ്റ് കൂടിയാണ്. നാലാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഹാബിറ്റ് എന്നുള്ളത്, നമ്മളെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എപ്പോഴും പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഡിജിറ്റൽ ലിറ്ററസി വേണം അല്ലേ. നമുക്ക് കമ്പ്യൂട്ടറുകളുമായിട്ടും അതേപോലെ തന്നെ ഇന്നുള്ള മോഡേൺ ടെക്നോളജിയുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. മാനേജ്മെൻറ്റ് സ്കില്ല് ഉണ്ടായിരിക്കണം അല്ലേ. അതിനുവേണ്ടി നമുക്കറിയാം, നമുക്ക് സ്കൂളിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, അതേപോലെ തന്നെ ഔട്ട്സൈഡ് ആക്ടിവിറ്റീസുകൾ ഉണ്ടാകും. അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി പങ്കെടുക്കണം. അതുവഴി മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ കോൺവെർസേഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ടാകുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചറിവുകൾ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ സ്കില്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴുള്ള ചില സ്കില്ലുകൾ ഉണ്ടാകും, അതിനെ ഡെവലപ്പ് ചെയ്യാനും പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കാനും എന്ത് ചെയ്യണം, ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് നമുക്ക് ഇനിയുള്ളൊരു വർഷത്തിൽ തീർച്ചയായിട്ടും നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കേണ്ട ചില സ്കില്ലുകളെ
ലിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് നേടിയെടുക്കണം. ചിലത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്വയം ഉള്ള സ്കില്ലുകൾ ഉണ്ടാകും, ചിലത് ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞ് നേടിയെടുക്കേണ്ട സ്കില്ലുകൾ ഉണ്ടാകും. ആ നിലക്ക് നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഹാബിറ്റിൻ്റെ ഭാഗമാക്കി അത് മാറ്റേണ്ടതുണ്ട്. ഏറ്റവും അവസാനത്തേത്, അഞ്ചാമത്തെ നമുക്കുണ്ടായിരിക്കേണ്ട ഹാബിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മളോട് തന്നെയുള്ള ചില കടമകളുണ്ട്. നന്നായിട്ട് ഉറങ്ങണം, ഉറങ്ങേണ്ട സമയത്ത് നന്നായിട്ട് ഉറങ്ങണം അല്ലേ? അതേപോലെ തന്നെ നന്നായിട്ട് കളിക്കേണ്ട സമയം നമ്മൾ എന്ത് ചെയ്യണം, അതിന് സമയം കണ്ടെത്തണം. നമ്മുടെ ചില പിന്നെ ഇൻട്രസ്റ്റുകൾ അല്ലേ, നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ, കഥകൾ വായിക്കാൻ, അതേപോലെയുള്ള പിന്നെ ആർട്സും സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകണം. നല്ല ഫുഡ് കഴിക്കുവാനും നല്ല ആരോഗ്യം നിലനിർത്തുക എന്നൊക്കെയുള്ളത് ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടായിരിക്കേണ്ട ഹാബിറ്റാണ് അല്ലേ? എപ്പോഴും പനിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ പഠനം എന്താവില്ല, എഫക്റ്റീവ് ആകില്ല. അപ്പോൾ ആ നിലക്ക് ചെറിയ ചില എക്സസൈസുകൾ, എപ്പോഴും നമ്മൾ ജിമ്മിൽ പോകണമെന്നില്ല, നേരെ മറിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എക്സസൈസുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളെ ഹാബിറ്റ്സുകൾ, നമ്മളെ ഇൻട്രസ്റ്റുകളൊക്കെ എന്തുണ്ടാവും, ചെറിയ രൂപത്തിലുള്ള നമ്മളെ താല്പര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ പഠനത്തെ വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5 ഹാബിറ്റ്സുകൾ നിങ്ങളെ മൈൻഡിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വർഷം എന്ത് ചെയ്യട്ടെ, ഈ 5 ഹാബിറ്റ്സുകൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ ചില തിരിച്ചറിവുകൾ നമുക്ക് ഈ ഒരു അക്കാഡമിക് ഇയറിൽ തീർച്ചയായിട്ടും ഉണ്ടായിയെടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്